ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വ്ലോഗാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ഹറിബറി ഇല്ലാത്തൊരു ദിവസമാണ്, കാരണം സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് എല്ലാം മെല്ലെ ചെയ്യാന്ന് കരുതി പുട്ടിന് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ചെറുപയർ വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങ ചിരവാനും നിന്നു കേട്ടോ. പുട്ട് ഉണ്ണിക്കുട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ കടലക്കറി ഉണ്ടാക്കാൻ പറ്റാത്തതിനുള്ള സങ്കടം അവൻ എന്തായാലും കാണിക്കും. അവന് ചെറുപയർ കറി വലിയ ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ചെറുപയറിൽ സവാളയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് വേവിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുള്ള ഉള്ളിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കറി എൻ്റെ വീട്ടിൽ വെക്കുന്നതാണ് കേട്ടോ. പൊന്നാനിയില് ഇവിടെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ഈ കറിയൊന്നും വെക്കാറില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. ഇന്നൊരു 30 ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മ നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ ചോറും കറിയൊക്കെ ആക്കിയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ് ഒക്കെ എൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് അമ്മ പോയതിനു ശേഷമാണ് ചെയ്യുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ബാക്കിൽ പോവാന്ന് പറഞ്ഞതും അവൻ ബാക്കിലെത്തിയേ. എന്താണ് ബാക്കിലെന്നല്ലേ, തിരുമണ കല്ലൊക്കെ അവിടെയാണ്. അപ്പൊ കുറച്ച് പുറത്ത് കയ്യിൽ നമ്മൾ കഴുകേണ്ട തുണികളുണ്ടല്ലോ നല്ലത്, അതൊക്കെ കഴുകാനും ചവിട്ടി തിരുമ്പാനൊക്കെയാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത്. ചവിട്ടികളൊക്കെ ഒന്ന് നനച്ചിട്ടിട്ട് പിന്നെ വരാന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ്. അടുക്കളയിൽ പുട്ടും കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ചോട്ട് അടിച്ചൊരു നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീട്ടിലെ ഏട്ടനും ഉണ്ട് കേട്ടോ. ഏട്ടൻ 7 മണിയാകുമ്പോഴേക്കും തന്നെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പണി കൊണ്ടും ചെയ്ത് തീർക്കാൻ വെച്ചു. അച്ഛൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ അമ്മ മാത്രമേ വീട്ടിലില്ലാത്തുള്ളൂ കേട്ടോ. അമ്മ ഒരു ഉച്ചയാകുമ്പോഴേക്കും വരികയെ. നമ്മുടെ വീട്ടിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ ആണ്. ആ സൈഡിൽ കൂടെ മുകളിലോട്ട് റൂം എടുത്തിട്ടുണ്ട്. നമ്മുടെ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല വീട്ടിൽ മുകളിൽ എടുത്തതൊന്നും കേട്ടോ. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. ബാക്കി വിശേഷം ഞാൻ പിന്നെ വഴിയെ പറയാം. ഉമ്മറത്തിനോട് ചേർന്നിട്ടാണ് കേട്ടോ നമ്മുടെ അടുക്കള വരുന്നത്. ഇവിടുന്ന് ഇറങ്ങിയതും തൊട്ടതും നമ്മുടെ തറവാടാണ്. അവിടെ പാപ്പനും മേമയും ഉണ്ട്. കാലത്ത് എഴുന്നേറ്റതും മിഷേലിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തോരിടണം. ഏട്ടൻ്റെ യൂണിഫോമും എൻ്റെ ലാബ് കോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഏട്ടൻ്റെ ജോലി സ്ഥലത്ത് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഇനി വന്നിട്ട് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടൻ ഉച്ചയ്ക്കാണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോവുക. അപ്പോഴേക്കും ഏട്ടൻ്റെ യൂണിഫോമൊക്കെ വാഷ് ചെയ്തിട്ട് അത് ഉണക്കി കൊടുക്കാനാണ് കേട്ടോ വേഗം തന്നെ തോരയിട്ടത്. താഴെ 2 വരിയിലായിട്ട് തക്കാളിയും പച്ചമുളകും നിൽക്കണ്ടല്ലോ, അത് അച്ഛൻ്റെ കുഞ്ഞു കൃഷിയാണ് കേട്ടോ. പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ അടുക്കള തോട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പിന്നെ അച്ഛൻ്റെ മുണ്ടും ഉണ്ടായിരുന്നു. അത് വന്നിട്ട് കഞ്ഞിവെള്ളം പിഴിഞ്ഞിട്ട് ഇടാറുണ്ട്, കാരണം അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മാറ്റിയെടുത്ത് അതും ഒന്ന് തോരട്ട് കഴിഞ്ഞു. ഒരു നേരം കൊണ്ട് ഉണ്ണിക്കുട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം അവൻ അവിടെ പോയ കുറേ കളിക്കാനുണ്ട്, ഓരോ മണ്ണും പിന്നെ വെണ്ണീറൊക്കെ എടുത്തിട്ട്. അപ്പൊ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടാ ചിരിച്ചത്, പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാനിട്ടാ. കാരണം ഈ അടുപ്പിലത്തെ വെണ്ണീറൊക്കെ എടുത്ത് ഒരു പാത്രത്തിൽ കലക്കി വെള്ളം എന്തൊക്കെയോ ആക്കിയിട്ട് ഫുൾ കളിക്കുകയായിരുന്നേ. ഈ കളിക്കണേൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ എണ്ണി പറഞ്ഞു തരാം കേട്ടോ. അവൻ്റെ ബനിയൻ കണ്ടില്ലേ, ആകെ അഴുക്കാക്കി വെച്ചിട്ട്. പിന്നെ ഞാൻ ആ ചവിട്ടികളൊക്കെ ഒരതി കഴുകുമായിരുന്നു. ഇതൊരു പ്രത്യേകതര ചവിട്ടിയാട്ടോ, തല്ലി തിരുമ്പാൻ പറ്റില്ല. അടിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഷ് വെച്ച് തന്നെ വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകുമായിരുന്നേ. എല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാണ്ടാവും കേട്ടോ, ഒന്ന് ഒതുക്കലോ ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് ചവിട്ടി കയ്യിൽ തിരുമ്പാനും പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ടല്ലോ നല്ലത്, പിന്നെ സെറ്റ് മുണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വയർപ്പ് മാത്രമുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാതും ഞാൻ ഇവിടുന്ന് തിരുമ്പായിരുന്നു കേട്ടോ. ഈ ഒരു ചവിട്ടി തല്ലി തിരുമ്പണം കണ്ടിട്ട് ഉണ്ണിക്കുട്ടൻ്റെ മേത്ത് വെള്ളമാണ് കണ്ടിട്ട് അവൻ ഓടിപ്പോയേ. അപ്പോഴേക്കും ഏട്ടൻ്റെ വണ്ടിയുടെ ഹോണടി കേട്ടു കേട്ടോ. ഏട്ടൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ. അപ്പോഴേക്കും വന്നു. ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ കഴിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പകുതി വാഷിങ് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ചായ കുടിക്കാണ്ടാണ് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നതും ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നേ. ഏട്ടൻ എന്താ ഇങ്ങനെ ചിരിക്കണമെന്നല്ലേ, ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോണും പിടിച്ച് നടക്കുമ്പോഴേ ഏട്ടൻ്റെ ചിരി തുടങ്ങി. ഇന്നപ്പോൾ എല്ലാതും വീഡിയോ ആയിട്ട് കാണാലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഏട്ടനുള്ള ചായക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പാലൊക്കെ റെഡിയാക്കി. ഇന്നിപ്പോൾ ഏട്ടൻ വീട്ടിലുള്ളതുകൊണ്ട് ഏട്ടൻ ചായ കുടിക്കുമ്പോൾ ഞാനും കുടിക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നേ. അപ്പോൾ ഏട്ടനെ വെക്കുമ്പോൾ ഞാൻ എനിക്കും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാണ്ട് നിന്നേ. ഞാൻ ചായ വെക്കുമ്പോൾ മിക്കതും ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ. ഏട്ടനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചായ വെച്ച് കുടിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇഞ്ചിയൊക്കെ ഇടാറ്. ഇപ്പം ഇന്ന് സാധാരണ തേയിലയും പഞ്ചസാരയും മാത്രം ഇട്ടുള്ള ചായയാണേ. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് പാൽ ചായ നല്ല ഇഷ്ടമാണ്, കട്ടൻ ചായ ഒന്നും ഇഷ്ടമില്ല. എൻ്റെ നാട്ടിൽ ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് കേട്ടോ. ഇവിടെ ചായ പറഞ്ഞാൽ അത് പാൽ ചായയാണ്, പക്ഷെ എൻ്റെ അവിടെ ചായ പറഞ്ഞാൽ അത് കട്ടൻ ചായയാണ്. നല്ല ഡിഫറൻസ് ആണ് കേട്ടോ അവിടെ പോയി ചായ ചോദിച്ചാൽ.
അപ്പോൾ ചായ കൊടുത്തതിന് ശേഷം കൂടെ ബിസ്ക്കറ്റും കൊടുത്തു. ഏട്ടൻ ഫുള്ള് ചിരിയാണ് ഇന്ന് ഫുള്ള് മൊത്തം വ്ളോഗിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ്റെ ഈ ഒരു ചിരി മൊത്തം. ഏട്ടൻ്റെ കൂടെ ഞാനും ഇരുന്ന് ചായ കുടിച്ചു. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കത്തി അടിച്ചിരുന്നു കേട്ടോ. ഏട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോവേ. ബാക്കി ഇനി അടുത്ത നമ്മൾ വ്ളോഗിൽ കാണാതെ കണ്ടൊരു തമ്പൊക്കെ കൊടുത്താണ് കേട്ടോ. ഉണ്ണി ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് പിണങ്ങി ഒരു ചെറിയ അടിപിടി ഉണ്ടായി. പിന്നെ കുറച്ചും കൂടി വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ വേഗം ചെയ്തു. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കാൻ നിന്നില്ല, കാരണം ഞാൻ നന്നായിട്ട് ടയർഡായി, നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും ഏട്ടനും അതെ ഉറങ്ങാൻ നിന്നു കേട്ടോ. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകാനുള്ള നേരത്ത് കുറച്ച് നേരത്തെ കാലത്ത് കിടന്നുറങ്ങും. കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഞാൻ വേഗം വന്നിരുന്ന് കഴിച്ചു, കാരണം വിശന്ന് നല്ല അങ്ങോട്ട് കുടൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആയിട്ടോ. അപ്പോൾ പുട്ടും ചെറുപയർ കറിയാണ്, എല്ലാം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ്, അങ്ങനെയൊക്കെ പറയാല്ലേ. വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ എൻ്റെ അടുത്ത് പിണങ്ങിയതിന് ശേഷം കുളിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കോംപ്രമൈസ് ആയി, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടാക്കും. ചവിട്ടിയൊക്കെ കഴുകിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവൻ തന്നെ എനിക്ക് താഴേന്ന് മോളിക്ക് എത്തിച്ചത്. പക്ഷെ എല്ലാവരും വെള്ളം പോയിട്ട് കുറച്ച് പണിയായിട്ടുണ്ടായിരുന്നേ. തലേന്ന് തിരുമ്പിയിട്ട ഡ്രസ്സ് എല്ലാതും അഴക്കയിലുണ്ട് കേട്ടോ. കാരണം ഞാൻ വരുമ്പോഴേക്കും വൈകുന്നതുകൊണ്ട് പിന്നെ തണുപ്പടിക്കുമ്പോൾ ഡ്രസ്സ് എടുത്ത് വെക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ ഏട്ടൻ്റെ യൂണിഫോം ആണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് കുറച്ച് തുണി തോരടാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഇനി തോരടലും കാര്യങ്ങളാണ്. ഉണ്ണിക്കുട്ടൻ അവിടെ ക്രിസ്മസ് കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ മറിഞ്ഞു വീണതൊക്കെ റെഡിയാക്കുകയാണ്. ക്രിസ്മസ് കൂട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അധികം ആൾക്കാർ ഇങ്ങനെ കാണാനില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു മടിയും, പിന്നെ ഷോർട്സ് ഒക്കെ നല്ല റീച്ച് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മെയിൻലി ഷോർട്സിലേക്കാണ് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തോന്നും ഒരു വ്ളോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാനുള്ള കാരണം. രസമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അതൊരു ഫ്ലോ കൂടെ പോവേ. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കലും ഈ പണിയെടുക്കലൊക്കെ എങ്ങനെ നടക്കാന്ന്. പക്ഷെ നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് ആരും വർത്താനം പറയാൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. താഴെ ഞാൻ കുറച്ച് വെള്ളം പോയിട്ട് പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ണിക്കുട്ടൻ തന്നെ വന്ന് എനിക്ക് തുടച്ച് ഹെൽപ്പ് ചെയ്താന്ന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു, കുറച്ച് നേരമായില്ലേ നമ്മളിങ്ങനെ പണിയൊക്കെ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഒരു ഉറക്കവും ഞാൻ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. പിന്നെ ഉച്ചത്തെ ലഞ്ച് പച്ചക്കറിയും കോഴിമുട്ട അച്ചാർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു. മീൻകറി തലേദിവസത്തുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഡയറ്റും കാര്യങ്ങളും ചെറുതായിട്ടുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കുറച്ച് റൈസ് കഴിച്ചു. പിന്നെ ഉണ്ണി പറഞ്ഞു കളിക്കാൻ വായോ എന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ എന്തോ ഇനി ചീട്ട് പോലത്തെ ഒരു കളിയായിരുന്നേ. അത് കളിക്കുമ്പോൾ ഫുൾ അവനായിട്ട് അടിയായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു തിരുവാതിരയുടെ. ഇതെൻ്റെ തിരുവാതിരയുടെ ചേച്ചിമാരും പിള്ളേരും അങ്ങനെ ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക്. പ്രാക്ടീസും ചെയ്ത് ഇവരുടെ അടുത്ത് കുറച്ച് കത്തി അടിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ ആഴ്ച ഞങ്ങൾക്ക് പാലപ്പുറത്ത് പോകാണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നിളയോരം ബേക്കറിയിലേക്ക് വന്നതായിരുന്നു. അതിനുശേഷം പോണ വഴിക്ക് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളത്തിന് നല്ലോണം താഴ്ചപ്പോൾ ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. ഒരു കരിമ്പൻ ജ്യൂസ് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടിന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒന്നാ പറഞ്ഞോളൂ, ഇനി പതവ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാമല്ലോ. പക്ഷെ അവൻ കുറച്ച് കുടിച്ചു നോക്കി, അവന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ബാക്കി കരിമ്പൻ ജ്യൂസ് ഞാൻ കുടിച്ചു. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ വ്ളോഗ് എടുക്കാൻ സത്യം പറഞ്ഞാൽ വർത്തമാനത്തിൽ മറന്നുപോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പാലത്തിൻ്റെ അവിടെ ഇറങ്ങി, മായന്നൂർ പാലം. കഴിഞ്ഞ ആഴ്ച മുതൽ വരണം വിചാരിച്ചാണ്. കാരണം ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു പുല്ലുണ്ടായിട്ട് പിന്നെ കുറേ മണലും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ ഒരു പാർക്ക് പോലെ വന്നിരിക്കലും കാര്യങ്ങളാണ്. ഒരുപാട് ഫാമിലീസ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ മണ്ണിൽ കിടന്ന് കുളിച്ച് മറയാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എന്താ ചെയ്യുന്നത് ഉണ്ണിക്കുട്ട? എൻ്റെ കാല് മൂടിയിടുന്നു ഗൈസ്, എൻ്റെ കാല് മൂടിയിടുന്നു. എൻ്റെ കാല് പക്ഷെ പുറത്ത് വരുന്നുണ്ട്. മണ്ണിൽ കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പാലത്തിന്റെ ചോട വന്ന് കുറച്ചേരം ഇരുന്നാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ അധികം ഞങ്ങൾ നീങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല. മണ്ണായാൽ മതി വെള്ളമായാൽ മതി എന്ന് പറഞ്ഞ പോലെയാണ് ഈ പിള്ളേരുടെ ഒരു അവസ്ഥ. ഞങ്ങൾ മാനൂർ പാലത്തിന് താഴെ വന്നിരിക്കുക ഗൈസ്. എന്താ നമ്മുടെ ഉണ്ണിക്കുട്ടൻ മണ്ണിൽ ആറാടിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണിക്കുട്ട എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അതാ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോയി ഫുള്ള് കേടാക്കിയിരിക്കണം. മണ്ണിൽ കളിച്ചിട്ട് വായിൽ മണ്ണ് പോയിരിക്കുക. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനെ. അപ്പോൾ അതൊക്കെ മുഖത്ത് വെച്ചിട്ട് ഞാനങ്ങനെ അവനെ കളിയാക്കായിരുന്നു കേട്ടോ. എന്തായാലും അവന് ഭയങ്കര ഹാപ്പി. നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുള്ളും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഒരു ഭയങ്കര ഒരു സൂപ്പറായി തന്നെ പറയാം. കടലോ കാര്യങ്ങളോ ഇല്ല, ആകെ ഒരു ഭാരതപ്പുഴ ഉണ്ട്. ഈ സമയത്തായപ്പോൾ വെള്ളം മൊത്തം വറ്റി വരണ്ടിട്ട് ഫുൾ ക്ലീൻ ആൻഡ് ക്ലിയർ. ഇത് ഭാരതപ്പുഴയാണ്, നിളയോരം. നമ്മുടെ ഉണ്ണിക്കുട്ടന് ഇത് ഭാരതപ്പുഴയാണോ എന്നൊരു സംശയം കേട്ടോ. ഇത് മാനൂർപ്പാലത്തിന് താഴെ ഭാരതപ്പുഴ, നിളയോരം. എന്താ പറയുന്നതിന്?
നിളയോരം. ഇത് നമുക്ക് ഈ മണ്ണിന്ന് കിട്ടിയതാട്ടോ. ഇതെന്താണ്? കാറ്റാടി. ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു വന്നതാ. അപ്പം എന്താണ് ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ ഉണ്ണിക്കുട്ട? ആ ഉറക്കെ പാട് പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ ഉണ്ണിക്കുട്ട? ഒന്നുകൂടി പാട് കേക്കട്ടെ. കണലെത്തര മതിലും കന്നിമാസം. ചെറുതായിട്ട് ഞങ്ങളുടെ പാട്ടൊന്ന് തെറ്റിപ്പോയതാണ്. എന്നാലും ഞങ്ങൾ ഇവിടെ ഇന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. ഒരു അടിപൊളിയാണ് ഗൈസ്. ഇവിടെ നമുക്ക് ബ്രൈറ്റ് ടു ബി സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രൈറ്റ് ടു ബി ആണെന്നാണ് തിങ്ക് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയോ പുകച്ചുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ അടിയിൽ. അതെന്തായാലും അടിപൊളിയായിട്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ കുറേ പേരിങ്ങനെ നടന്ന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോന്നിട്ട് കുറേ ഫാമിലീസ്. അപ്പോൾ അവിടെ എന്താ സംഭവം നോക്കാൻ വേണ്ടി ഞങ്ങളും പോയേ. അപ്പോൾ ഈ പോകുന്തോറും ഫുള്ള് മണ്ണാണല്ലോ. ഉണ്ണിക്കുട്ടൻ എന്തെന്നാ പറയുക, ഓടി തിമിർത്ത് ചാടി. ഇതാ കാണിക്കുന്നില്ല, ഇതൊക്കെ തന്നെയാണ്. മണ്ണിൽ കിടന്ന് ഉരുളായിരുന്നു. അത്ര ഇഷ്ടമായിട്ടോ മണ്ണിലിങ്ങനെ കളിക്കാൻ. ഇവര് ഫുട്ബോൾ കിടന്ന് കളിക്കുന്നു, ഫാമിലീസ് വന്നിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, നല്ല രസം. ഇവിടെ അറ്റത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. കുറേ കുട്ടിയുടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, കുറേ ഫാമിലീസ് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു സേഫ്റ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പാർക്കിൽ വന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെ പറയാട്ടോ. അത്രയും നല്ലത്. ഉണ്ണിക്കുട്ടനത് വെള്ളത്തേക്ക് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ അടുത്ത് കാണുന്നത് ബനിയനൊക്കെ ഊരിയ ജീൻസ് പാൻറ് ഇട്ടിട്ട് വെള്ളത്തിൽ കിടന്ന് ഉരുളാണ് കേട്ടോ. അത്ര അധികമൊന്നും പോയില്ല. ഈ കരയിൽ കിടന്നിട്ട് തന്നെയായിട്ട് കളിച്ചത്. അവൻ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ 2-3 കുട്ടികളെ കണ്ടു. അവരൊക്കെ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാന്നാണ് പറഞ്ഞത് പരിചയപ്പെട്ടപ്പോൾ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പഠിപ്പിക്കാനിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് കരോൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കരോളിൻ്റെ അടുത്ത് പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ കരോളിൻ്റെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.